എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? കാരണം ഇത് കുറെ അല്ലല്ല അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല. ഞാനൊരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോ പറയും. ഞാനില്ല നേതൃത്വം വന്ന് ഒരു വർഷം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തേണ്ട കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈ കൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അതെ, തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളിലൊന്നും ഒരു വ്യക്തത. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിബയ്ക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്ര നാളും. അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അൻസിബ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചത്. അപ്പൊ നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ല? അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്ത്. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷേ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ. എനിക്കെതിരെ ഇപ്പോൾ ആരോപണം
ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ട് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? എന്നിട്ട് എന്താ അതിൻ്റെ പുറകെ പോകാഞ്ഞ്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിൻ്റെ പുറകിൽ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ ആരോപണങ്ങളും അടിപൊളി പ്രശ്നമാണ്, അടിപൊളി. പക്ഷെ ജനറൽ ബോഡി ചെന്നപ്പോഴായിരുന്നു ഇത്രയും ക്രൂഷ്യൽ ആയിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നെ പുറത്തിങ്ങനെ ഓരോരുത്തർ വന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് അവിശ്വാസ പ്രമേയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം നമ്മൾ പുറത്ത് നിൽക്കുന്നവരല്ലേ. അവർ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്കിടയിൽ തന്നെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ചേരിതിരിവ് കുറച്ച് 2-3 ഗ്രൂപ്പായി പോയി എൻ്റെ അടുത്ത്. അപ്പോൾ ആ ഗ്രൂപ്പീസ് വന്നപ്പോൾ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ ഇവരെ തകർക്കാൻ അവർ നോക്കുക അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ അവിടെ വന്ന് ശ്വേതയൊക്കെ സംസാരിച്ചപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗ്യാങ്ങിൽ കുറേ പേർക്ക് ഇവർക്കൊരു കുറച്ച് കൂടെ ഒരു സാവകാശം കൊടുത്ത് അവർക്ക് അവരുടെ തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുക അവർ പറഞ്ഞ ഒരു 45 days തരാൻ അത് കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഞങ്ങൾക്ക് നല്ല മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കണക്കിൽ അവർ യാതൊരുവിധ ക്രമക്കേടും ചെയ്തിട്ടില്ല. കാരണം ഇവർ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ എമൗണ്ട് ഇപ്പോഴും സ്റ്റിൽ അവിടെയുണ്ട്. നിലവിലെ ഭരണസമിതിയെ പൂർണ്ണമായിട്ടും പൊളിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്രാവശ്യം ജനറൽ ബോർഡിൽ ആരെങ്കിലും ഒക്കെ വന്ന് പ്രവർത്തിച്ചോ? പൊളിക്കണമെന്നല്ല, സ്ത്രീകൾക്ക് ഒരു വോയിസ് കിട്ടാതെയായി പോയി എന്നൊരു സങ്കടം വന്നു. കുറച്ച് പേർക്ക് അതൊട്ടും അവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തന്നെ അവർക്ക് അങ്ങോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അഡ്ഹോ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ അഡ്ഹോ കമ്മിറ്റി അത് ശരിക്കും പറഞ്ഞാൽ അത് സംഘടനാപരമായ രീതിയിലാണോ ഈ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്? സംഘടനാപരമായി എന്ന് പറഞ്ഞാൽ അവർ ഒരു ടീ ബ്രേക്ക് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ടായിരുന്നു നമുക്ക് ആരെ വെക്കാം. സീനിയേഴ്സ് മുഴുവനും കൈനീട്ടം വാങ്ങിക്കുന്നവരാണ്. ഇവർക്കൊന്നും അഡ്ഹോ കമ്മിറ്റിയിലോ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനോ ഒന്നും പാടില്ല. നിങ്ങളൊക്കെ ഇനി താൽക്കാലിക മെമ്പേഴ്സ് ആക്കി എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഈ ഇത് വാങ്ങിക്കുന്നവരെയൊക്കെ. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ടെൻഷൻ. അതെന്ത് കഷ്ടം. അത് ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കൈനീട്ടം വാങ്ങുന്ന അംഗങ്ങളുടെ മെമ്പർഷിപ്പ് താൽക്കാലികമാക്കുകയും മറ്റൊക്കെ ചെയ്തത്. ബാബു നിൽക്കുന്ന ലാസ്റ്റ് സമയത്ത് എന്ന് വെച്ചാൽ അതുവരെ ബാബു തന്നെ അവകാശമില്ല, അവർക്ക് വോട്ടവകാശമില്ല. അവർക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല, വോട്ടിൽ നിൽക്കാൻ പറ്റില്ല, അഡ്ഹോ കമ്മിറ്റിയിൽ പോലും വെക്കാൻ പറ്റില്ല. സെക്കൻഡറി പൗരന്മാരായിട്ട് മാറിയണം എന്ന് വെച്ചാൽ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ അതല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ ഓണററി മെമ്പേഴ്സ് ആണെന്ന്. അല്ലാണ്ട് താൽക്കാലിക മെമ്പർ എന്നൊരു സംഭവമില്ല. നിങ്ങൾക്ക് ഓണററി മെമ്പേഴ്സ് ആണ്, അവർക്ക് മാത്രമേ കൈനീട്ടം കൊടുക്കാനുള്ള ഇത് നമുക്ക് അനുവദിക്കുന്നുള്ളൂ എന്നാണ് പറയണത്. ഇപ്പോൾ ഈ കൈനീട്ടം വാങ്ങുന്ന ആളുകളെ അവർക്കും വോയിസ് വേണ്ടേ, അവരും ശബ്ദിക്കണ്ടേ, അവരും കാര്യങ്ങൾ പറയണ്ടേ, അവർക്കും വോട്ടവകാശം വേണ്ടേ? അതൊരു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വലിയൊരു വിഷമമാണ്. ഞങ്ങൾ കൈനീട്ടം വാങ്ങുന്നവരൊക്കെ അങ്ങോട്ട് പരസ്പരം എപ്പോഴും സംസാരിക്കാറുണ്ട്. എപ്പോഴും അതൊരു രണ്ടാം തരക്കാരെന്നല്ല, കൈനീട്ടം വാങ്ങുന്നവർക്ക് നമുക്ക് അവർക്ക് വോയിസ് ഇല്ല. നമുക്ക് പറയണമെങ്കിൽ അവിടെ മാറിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഇലക്ഷന് നമുക്ക് അതിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി അതിലൊരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആളില്ല നമുക്ക് പറയാനായിട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈനീട്ടം വാങ്ങുന്നവർക്കൊന്നും ഈ അഡ്ഹോ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷനോ നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇടവേള ബാബു ലാസ്റ്റായിട്ട് നിന്ന് പോണ വർഷമില്ലേ, ആ സമയത്താണ് ഇങ്ങനെ ഒരു നിയമം അത് കൊണ്ടുവന്നത്. ഈ കൈനീട്ടം വാങ്ങുന്നവരെല്ലാവരും താൽക്കാലിക മെമ്പേഴ്സ് ആക്കി കളഞ്ഞു. ഞങ്ങളൊക്കെ ലൈഫ് മെമ്പറായിരുന്നു. ഞാൻ അമ്മ തുടങ്ങുന്ന വർഷമുണ്ടല്ലോ, ഏത് ബിഗിനിങ് അന്ന് തുടങ്ങി. അന്ന് ഈ തിരുവനന്തപുരത്ത് ഇതിൻ്റെ തുടക്കം, അന്ന് 3-4 ദിവസം അവിടെ ക്യാമ്പ്, ഞങ്ങൾ ഡാൻസ് പാട്ട്, അന്നുള്ള മെമ്പറാണ് ഞാൻ. തുടങ്ങി അന്ന് തുടങ്ങി. ഇന്നലെ 32ാമത്തെ യോഗത്തിലും പങ്കെടുത്ത ആളാണ് ഞാൻ. പ്രസവിച്ച് കിടന്ന് 1 വർഷമാണ്, ഡെലിവറി കഴിഞ്ഞ വർഷം മാത്രമേ ഞാൻ പങ്കെടുക്കാത്തുള്ളൂ. എല്ലാ വർഷവും കറക്റ്റായിട്ട് ഇതിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഞാനൊക്കെ കഴിഞ്ഞ എൻ്റെ 2 വർഷം മുന്നേ ഇടവേളബാബു പെട്ടെന്ന് വായിക്കുകയാണ് ഇവരെല്ലാവരെയും താൽക്കാലിക മെമ്പേഴ്സ് ആക്കുന്നു. ഭയങ്കര വിഷമം തോന്നി. അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഭയങ്കരമായൊരു എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടമുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അതിലൊരു തിരുത്തൽ വേണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൈനീട്ടം വായിക്കുന്നുണ്ട്. ഒറ്റ ആൾക്ക് പോലും ഈ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. അവരാരും പരിഗണിക്കാൻ പറ്റില്ല. ആകെയുള്ളത് കുറച്ച് മേടിക്കാത്ത കുറച്ച് സീനിയേഴ്സ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, സീനിയർ മെമ്പേഴ്സ്. അതൊന്നും ആവശ്യമില്ലാത്തവർ, അല്ലാത്തവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ലളിത ചേച്ചി വരെ, പൊന്നമ്മ ചേച്ചി വരെ, അല്ലെങ്കിൽ എല്ലാവരും സീമ അമ്മ, ഇവരൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. എല്ലാവരും കൈനീട്ടം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനൊരു നിയമം അന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇതിലേക്ക് പറഞ്ഞു വന്നതാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരുത്തൽ വേണമെന്നും അതിലൊരു നിയമത്തിലുള്ളതാണോ